പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ബഹളം വെച്ചുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിലൂടെ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കണം. എങ്ങനെയാണ് ജീവിതത്തിലൂടെ പ്രവാചക സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്? ഒരു വിശ്വാസിയുടെ മാനദണ്ഡം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത് മാതാപിതാക്കളെക്കാൾ പ്രവാചകൻ സ്നേഹിക്കുക, ഭാര്യ സന്താനങ്ങളെക്കാൾ പ്രവാചകനെ സ്നേഹിക്കുക. ഈ ഭൂമുഖത്ത് എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടോ ആ സുഖ സൗകര്യങ്ങളെക്കാളെല്ലാം പ്രവാചകന് പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ പ്രവാചകന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എന്തൊരു മനുഷ്യനെത്തുന്നുവോ അന്നേ അവൻ യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാതാപിതാക്കളെക്കാൾ ഈ ഭൂമിയിലെ ഭൗതികമായ സൗകര്യങ്ങളെക്കാളെല്ലാം അപ്പുറം പ്രവാചകന്റെ വിധിവിലക്കുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് നാം എന്ന് വരുന്നുവോ അന്നേ നമ്മുടെ വിശ്വാസം സമ്പൂർണ്ണമാവുകയുള്ളൂ. അതാണ് പ്രവാചക സ്നേഹം. അതാണ് പ്രവാചക സ്നേഹം. ഞാൻ എന്ത് ചെയ്യുമ്പോഴും ഞാൻ ചെയ്യുന്നത് ഞാൻ എൻ്റെ പ്രവാചകന് എതിരായിട്ടാണോ പ്രവർത്തിക്കുന്നത് അതോ പ്രവാചകൻ അനുകൂലമായിട്ടാണോ പ്രവർത്തിക്കുന്നത് എന്ന് നാം അത് കൃത്യമായിട്ട് തിരിച്ചറിയപ്പെടേണ്ട, അത് തിരിച്ചറിയുന്ന മാനദണ്ഡം പരിശോധിക്കുന്ന അവസ്ഥയിലേക്ക് ഞാനും നിങ്ങളും എന്നെത്തുന്നുവോ അന്നേ നമുക്ക് യഥാർത്ഥ വിശ്വാസിയാകാൻ സാധിക്കും.